ഒരു ബന്നിനോളം വലിപ്പമുള്ള പരീക്ഷയിൽ തുടങ്ങി മലയോളം വലിപ്പമുള്ള പരീക്ഷ. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക. വലിയ കല്ലുകൾ കൊണ്ട് പണിതിരിക്കുന്ന ആലയം, അതുകൊണ്ട് നടുത്തളമിട്ടിരിക്കുന്ന ആലയം, അവിടെ വന്നിട്ട് പറയുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചാടുക. സർവ്വലോകവും കാണിച്ചിട്ട് പറയുന്നു, എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. ഉപജീവന വിഷയത്തിൽ കർത്താവ് പറയുകയാണ്, അന്നും ഇന്നും പറയുകയാണ്, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും അരുളപ്പാട് കൊണ്ട് ഉപജീവനത്തെ ജയിക്കാം, വെളിപ്പാട് കൊണ്ട് ജയിക്കാം. ആലയത്തിലെ പരീക്ഷ എന്താണ്? ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. ആലയത്തിലെ വിശ്വാസം കൊണ്ട് ജയിക്കാം. ലോകം മുഴുവൻ കാണിക്കുമ്പോൾ പറയുന്നു, ലോകമല്ല, ലോകത്തിൻ്റെ ലൗകികത അല്ല ഞങ്ങൾക്ക് വലുത്, ദൈവത്തോടുള്ള ലൗവാണ് വലുത്. അതുകൊണ്ട് ഞങ്ങൾ അവനെ ആരാധിക്കും. അന്നും ഇന്നും പിശാചിനെ ജയിക്കാൻ, പരീക്ഷ ജയിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. വചനം ധ്യാനിക്കുക, അരുളപ്പാട് പ്രാപിക്കുക. ആ വചനം നമ്മളെ വിശ്വാസത്തിൽ മുന്നേറ്റും. ആ വചനം നമുക്ക് കരുത്ത. ശത്രു നമ്മുടെ മുമ്പിൽ മുട്ടുകൊത്തും. ലോകത്തിൻ്റെ ലൗകികത വിശ്വാസിയുടെ മുമ്പിൽ മുട്ടുകൊത്തും.